നമസ്കാരം. അധികാരം കയ്യിലുണ്ടെന്ന് കരുതി ചില പ്രത്യേക വിഭാഗങ്ങളെ മാത്രം ചേർത്തു നിർത്തുകയും മറ്റുള്ളവരെ അടിച്ചമർത്തുകയും ചെയ്യുന്ന കപട മതേതരവാദികൾക്ക് മുന്നിൽ ഒരു യഥാർത്ഥ ജനപ്രതിനിധി എങ്ങനെയായിരിക്കണമെന്ന് തന്റെ നിലപാടുകളിലൂടെ കാണിച്ചു തന്നിരിക്കുകയാണ് മുഖ്യമന്ത്രി വി ഡി സതീശൻ. NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർക്ക് മുഖ്യമന്ത്രിയെ കാണാൻ അനുമതി നിഷേധിച്ചു എന്ന തരത്തിൽ മാധ്യമങ്ങളിൽ വന്ന വാർത്തകൾ പൂർണ്ണമായും അടിസ്ഥാനരഹിതമാണെന്ന് അദ്ദേഹം തന്നെ ഇപ്പോൾ വ്യക്തമാക്കുന്നുണ്ട്. ബജറ്റ് തിരക്കുകൾക്കിടയിൽ സുകുമാരൻ നായർ തന്റെ PA വിളിച്ചിരുന്നു. പിന്നീട് തിരക്കുകൾ ഒഴിഞ്ഞപ്പോൾ താൻ തന്നെ അദ്ദേഹത്തെ നേരിട്ട് തിരിച്ചു വിളിച്ച് സംസാരിക്കുകയും കാണാമെന്ന് സമ്മതിക്കുകയും ചെയ്തതാണെന്ന് സതീശൻ പറയുന്നു. എന്നാൽ 2 ദിവസത്തിന് ശേഷം താൻ അനുമതി നൽകിയില്ലെന്ന തരത്തിലാണ് ചില കോണുകളിൽ നിന്ന് വ്യാജ വാർത്തകൾ പ്രചരിച്ചത്. സുകുമാരൻ നായർ നേരിട്ട് ഇത്തരമൊരു പരാതി പറഞ്ഞതായി താൻ കണ്ടിട്ടില്ലെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. നേതാക്കളെ കാണുന്നത് എപ്പോഴും താൻ പരസ്യമായിട്ടാണെന്നും അനുമതി നിഷേധിച്ചാൽ മാത്രമാണ് അത് വാർത്തയാകേണ്ടതെന്നും വളരെ മാന്യമായ ശൈലിയിലാണ് സതീശൻ വിശദീകരിച്ചത്. ഹിന്ദു ഐക്യവേദി നേതാക്കളെ കണ്ടത് ഒളിച്ചല്ലെന്നും താൻ അവരെ തന്റെ മുറിയിൽ ഇരുത്തിയാണ് മാന്യമായി സംസാരിച്ചതെന്നും അദ്ദേഹം വിശദീകരിച്ചു. തനിക്കെതിരെ മുൻപ് വ്യാപകമായ പ്രചാരണം നടത്തിയവർ ഉൾപ്പെടെയുള്ളവരാണ് നിവേദനം നൽകാൻ വന്നത്. എന്നാൽ ജനാധിപത്യത്തിൽ അവരെ കാണാൻ പറ്റില്ലെന്ന് പറയാൻ ഒരു മുഖ്യമന്ത്രിക്കോ ജനപ്രതിനിധിക്കോ കഴിയില്ല. ഇവിടെയാണ് സതീശൻ എന്ന നേതാവിന്റെ നേതൃപാഠമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. താനൊരു വിഭാഗത്തിന്റെ മാത്രം പ്രതിനിധിയല്ല. അതിനാൽ കാണാൻ വരുന്നവരോട് സംസാരിക്കാതിരിക്കാനും കഴിയില്ല. സെലക്റ്റീവായി ചില പ്രത്യേക ആരാധനാലയങ്ങളിലെ ചടങ്ങുകളിൽ മാത്രം പങ്കെടുക്കാനും വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ട് ചിലരെ പ്രീണിപ്പിക്കാനും താല്പര്യം കാട്ടുന്ന കേരളത്തിലെ ചില കപട രാഷ്ട്രീയ നേതാക്കൾക്ക് വി ഡി സതീശൻ നൽകിയ വലിയൊരു മാതൃകയാണ്. പലവട്ടം തന്നെ പരസ്യമായി അപമാനിച്ച സുകുമാരൻ നായരെ പോലും തള്ളിപ്പറയാൻ തയ്യാറാകാത്ത സതീശന്റെ രാഷ്ട്രീയം ശരിക്കും അഭിനന്ദനാർഹമാണ്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഒളിച്ചുകളി രാഷ്ട്രീയത്തെയും വി ഡി സതീശൻ വലിച്ചു കീറി ഒട്ടിച്ചു. ഗവൺമെന്റിനെതിരെ കടുത്ത സമരം ചെയ്യുന്ന NGO യൂണിയൻ നേതാക്കളും CPM അനുകൂല അധ്യാപക സംഘടനകളും താൻ ഹിന്ദു ഐക്യവേദി നേതാക്കളെ ഇരുത്തിയ അതേ മാന്യമായ കസേരയിൽ തന്നെയാണ് വന്നിരുന്നിട്ടുള്ളത്. പിണറായി വിജയൻ പണ്ട് RSS നേതാക്കളെ മസ്കറ്റ് ഹോട്ടലിൽ ആരും കാണാതെ ഒളിച്ചുപോയി കണ്ടതുപോലെയല്ല താൻ നേതാക്കളെ കാണുന്നതെന്ന സതീശന്റെ പരാമർശം ശരിക്കും പ്രതിപക്ഷ നേതാക്കളുടെ വാമൂടി കെട്ടിക്കുന്നതാണ്. താൻ എല്ലാ നേതാക്കളെയും കാണുന്നത് തികച്ചും സുതാര്യമായാണ്. വിവിധ സാമുദായിക സംഘടനാ നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചകൾ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ തികച്ചും സ്വാഭാവികവുമാണ്. BDJS നേതാവ് തുഷാർ വെള്ളാപ്പള്ളി തന്റെ ആലുവയിലെ വസതിയിൽ വന്ന് കണ്ടിരുന്നു. അതുപോലെ മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലെ വികസന കാര്യങ്ങൾ സംസാരിക്കാൻ വന്നിട്ടുണ്ട്. കൂടാതെ നിരവധി ക്രൈസ്തവ ബിഷപ്പുമാരും സമസ്തയുടെ പ്രമുഖ നേതാക്കളും തങ്ങളുടെ സാമൂഹിക പ്രശ്നങ്ങളും സ്ഥാപനങ്ങളുടെ കാര്യങ്ങളും സംസാരിക്കാൻ വരാറുണ്ട്. തന്റെ അടുത്ത് സഹായം തേടിയോ നിവേദനം നൽകാനോ ആര് വന്നാലും അവർക്ക് പറയാനുള്ളത് ക്ഷമയോടെ കേൾക്കുക എന്നത് ഒരു ജനപ്രതിനിധിയുടെ ഏറ്റവും വലിയ കടമയാണ്. ഇത്തരം സ്വാഭാവിക കൂടിക്കാഴ്ചകളെ രാഷ്ട്രീയമായി വ്യാഖ്യാനിക്കേണ്ടതില്ലെന്നും വി ഡി സതീശൻ ഉറപ്പിച്ചു പറയുന്നുണ്ട്. ഒരു പ്രത്യേക വിഭാഗത്തെ പ്രീണിപ്പിക്കാനോ വോട്ട് ബാങ്ക് ഉണ്ടാക്കാനോ നോക്കാതെ എല്ലാ ജനങ്ങളെയും ഒരുപോലെ കാണുന്ന ഈ ഒരു പുതിയ ഭരണശൈലിയാണ് കേരളം ഇപ്പോൾ ഇരുകൈയും നീട്ടി സ്വീകരിച്ചിരിക്കുന്നത്.